ഒളിമ്പിക്സിന് തിരുവനന്തപുരത്ത് വേദിയൊരുക്കുമെന്ന വമ്പൻ വാഗ്ദാനവുമായി ബി.ജെ.പിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കത്തെയും പിണറായിയുടെ നവകേരള സദസ്സിനെയും തള്ളിയ ബി.ജെ.പി കോർപ്പറേഷൻ പിടിച്ചാൽ ജനസമ്പർക്ക പരിപാടി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. വ്യത്യസ്തമാർന്ന വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDA പ്രകടന പത്രികയിൽ ഉള്ളത്. റോഡും വീടും വെള്ളവും വെളിച്ചവുമൊക്കെയാണ് പൊതുജനങ്ങളുടെ ആവശ്യമെന്നത് പഴയ ചിന്ത. ചെറിയ കാര്യങ്ങൾ വിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ പിടിയാക്കി കോർപ്പറേഷൻ പിടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. 2036 ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം. വെള്ളക്കെട്ടൊഴിവാക്കാൻ സൂറത്ത് മാതൃക, മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇൻഡോർ മോഡൽ, ഗംഗാ ശുദ്ധീകരണ മിഷൻ മാതൃകയിൽ കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെയും ആറുകളുടെയും സംരക്ഷണം, അഴിമതി അവസാനിപ്പിക്കാൻ കോർപ്പറേഷനും ജനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ. ജനസമ്പർക്ക പരിപാടിയെയും നവകേരള സദസ്സിനെയുമൊക്കെ തള്ളിക്കളഞ്ഞ ബി.ജെ.പി കോർപ്പറേഷനിൽ അതേ വഴി പിന്തുടരും എന്നതാണ് മറ്റൊരു വിരോധാഭാസം. മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും വാർഡുകളിലെത്തി ജനങ്ങളുമായി സമ്പർക്കം നടത്തി പരാതികൾ നേരിട്ട് പരിഹരിക്കുമത്രേ. ഭരണത്തിലേറി 45 ദിവസത്തിനകം 5 വർഷത്തെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ്, വർഷം തോറും പ്രോഗ്രസ് റിപ്പോർട്ട്, ഇങ്ങനെ നീളുന്നു ബി.ജെ.പിയുടെ പ്രകടന പത്രിക. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് നൽകിയാണ് പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ചത്. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ 45 കൊല്ലം LDF ഭരിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തിന് ഞങ്ങൾ മാറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പു തരുന്നത്. ഘടകകക്ഷി നേതാക്കളടക്കം ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.